ഔട്ട്ലൈൻ വരയ്ക്കുന്ന വരെ യാതൊരു കുഴപ്പം കാണത്തില്ല. എന്നാൽ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്യാൻ പോകുമ്പോഴോ ഇതേപോലെ പണി പാളും. ആ ഒരു പ്രശ്നം നമുക്ക് ഇന്ന് പരിഹരിച്ചാലോ? നശിപ്പിച്ച് കുറച്ച് എക്സ്പെൻസീവാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ നേരത്തെ 2-3 ട്യൂട്ടോറിയൽ ചെയ്തായിരുന്നു. അതേപോലത്തെ വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും മനസ്സിലാവും. എന്നും പറഞ്ഞാൽ അതും മനസ്സിലാവത്തില്ല എന്നല്ല കേട്ടോ. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിനുണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഞെക്കി ഓൾ നടക്കാൻ പടെടുക്കുക. എന്നാൽ പത്രം ഞാൻ വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെഫറൻസ് പിക്ചറിൻ്റെ ലിങ്കാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുകൂടെ വെച്ചിട്ട് വേണം നിങ്ങളിത് കാണാൻ. പരമാവധി സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തോ And if you hear this sound, then go and bend your back, go and bend your knees, baby, shake it to the max. DJ, please turn up the bass to the max. Please just rewind, let me shake it to the max. 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 Please just rewind, let me shake it to the max. Bad man, she love. Bad man, she love. Yeah. Bad man, she love. Yeah. Bad man, she love. Bad man, she love. Yeah. Bad man, she love. Bad man, she love. Yeah. കണ്ണ് രണ്ടും ആദ്യമേ വരച്ചപ്പോൾ ഒന്നും ശരിയായില്ല. പിന്നെ ഞാൻ തുളച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് വീണ്ടും വരച്ചപ്പോൾ കറക്റ്റായി. And if you hear this sound, then go and bend your back, go and bend your knees, baby, shake it to the max. DJ, please turn up the bass to the max. Please just rewind, let me shake it to the max. Shake it to the max. സോ ഗൈസ്, നമ്മൾ വേണ്ട ഔട്ട്ലൈനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ് ചെയ്യണം. ഇത് സീബമിനെ വരയ്ക്കുന്ന എന്ന രീതിയിൽ എടുക്കല്ലേ, ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതെടുക്കുള്ളൂ. അല്ലെ നമുക്കൊരു ട്യൂട്ടോറിയലാകുമ്പോൾ എന്തെങ്കിലും റെഫറൻസ് കാണുമല്ലോ, അതിനുവേണ്ടി ഞാൻ സീബമിൻ്റെ പടം എടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വീഡിയോ പറയുന്ന ടെക്നിക്കൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ആവും. ഔട്ട്ലൈൻ വരയ്ക്കുന്നതൊന്നും ഞാൻ നല്ലോണം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് അത് പോയി കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് ആദ്യം പുള്ളിയുടെ ഹെയർ വരയ്ക്കാം. ഇവിടെ ഹെയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഹൈലൈറ്റ്സും ആ ഹെയറിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് വെള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലത്തെ ഒരു മഷി തീർന്ന പേനയുണ്ടല്ലോ, ആ പേന എടുത്താണ് വരയ്ക്കുന്നത്. ഈ പേപ്പറിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലും കട്ടിയാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ എക്സ്ട്രാ ഷീറ്റാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ഡ്രോയിങ് ബുക്കിലൊക്കെ വരയ്ക്കണത് മസ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ താഴെ അടുത്ത പേജിൽ പറ്റും. ഇതിപ്പോൾ ഈ പേന വെച്ചിട്ട് നമ്മൾ ഈ മുടിയെല്ലാം ആ ഹൈലൈറ്റ് വീണ ഭാഗമെല്ലാം ഈ പേന വെച്ച് വരച്ചെടുക്കുക. കുറച്ച് പ്രഷർ കൊടുത്ത് വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ തന്നെ പേപ്പറിന് കുറച്ച് കട്ടിയും വേണം. കൂടുതലും GSM കൂടിയ പേപ്പർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിന് ഡാമേജ് ആവും. ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ചാർക്കോളിൻ്റെ സോഫ്റ്റ് പെൻസിലാണ്. ഇത് വെച്ച് നമ്മൾ ഹെയറിൻ്റെ ഡയറക്ഷനിൽ ഹെയർ വരയ്ക്കാൻ പോവുക. ഹെയറിൻ്റെ ഡയറക്ഷനിൽ വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഹെയർ ആയിട്ട് കിട്ടത്തില്ല. റെഫറൻസ് പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എങ്ങനെയൊക്കെ ഹെയർ ഇതുവഴിയൊക്കെ പോയേക്കുന്നതെന്ന്. പെൻസിൽ എപ്പോഴും ഷാർപ്പായിട്ട് പോയിൻ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഹെയർ വരച്ചതിന് ശേഷം നമ്മളിനി അത് ബ്ലെൻഡ് ചെയ്യാൻ പോവുക. ബ്ലെൻഡ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്തത് ഇതേപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷും പിന്നെ ഒരു മേക്കപ്പ് ബ്രഷുമാണ്. ഇതും അതേപോലെ തന്നെ ഹെയറിൻ്റെ ഡയറക്ഷൻ നോക്കി വേണം നിങ്ങളിത് ചെയ്യാൻ. അങ്ങനെ ഹെയർ വരച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പിരികവും പിന്നെ കണ്ണിൻ്റെ മുകളിലത്തെ വശവുമാണ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഇതേ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഒരുപാട് ഡാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻസിൽ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. നെറ്റ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് HB ആണ്.
HBയും പിന്നെ 2Bയും. ആ 2 പെൻസിലേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളേ. ഇത് 2B പെൻസിലാണേ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് തെളിയുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയം സർഫസിൻ്റെ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ സർഫസ് കുറച്ച് റഫാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ സ്മൂത്തിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത്രയും ഡാർക്ക് വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 4B യൂസ് ചെയ്യാവുന്നതാണ്. So if you wait just a little bit longer, I will treat you right. Treat you right, yeah. Feels like I'm stumbling, bring me something lighter. Feels like I'm stumbling, bring me something lighter. Soon as I saw you, I knew it's never right now. ഇനി നമ്മൾ ഐസ് വരയ്ക്കാൻ പോവാണ്. ഐസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെൻസിൽ എപ്പോഴും നല്ല ഷാർപ്പായിരിക്കണം. കാരണം കണ്ണിൻ്റെ മേളും താഴെയൊക്കെ നോക്കി കാണാൻ പറ്റും വെറും ഒരു വര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നല്ലോണം ഷാർപ്പ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂക്കിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഞാനിവിടെ 6B ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഓ നശിപ്പിച്ച്. വേറെ 6B ഇല്ലാത്തത് കൊണ്ടും പോയി വാങ്ങാൻ വയ്യാത്തത് കൊണ്ടും നമ്മളിവിടെ സോഫ്റ്റ് ചാർക്കോൾ തന്നെ യൂസ് ചെയ്യുന്നത്. And then you asked me if I would come along. I just can't seem to believe in the thought. But everyone says that it's obvious. Oh, that you're into me. Like I'm into you. You're into me. Soon as I saw you, I knew it's never right now. Right now. Someone like you wouldn't take that. I don't even try. Even try. Soon as I saw you, I knew it's never right now. Right now. ഗൈസ്, ഞാനേ ഈ നെറ്റിയിലെ ഈ ചുളുവും പിന്നെ വേണ്ട ഈ മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വരച്ചത് വേണ്ട ഈ ഒരു സാധനം വെച്ചാൽ വേണ്ട ഈ ഒരു പെൻസിൽ. ഓ എന്തോ മെക്കാനിക്കൽ പെൻസിൽ. ഇനി കുറച്ച് വിലയുണ്ട് കേട്ടോ, കുറച്ച് എക്സ്പെൻസീവാണ്. ചുമ്മാ പറഞ്ഞതാണേ. അനിയൻ്റെ ഇൻഫ്രണ്ട് ബോക്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാ. Bright flashing by the street lights. Keep waiting till you've arrived. Let it unfold. നമ്മൾ ആദ്യം ഹെയറിൽ ചെയ്ത പോലെ മഷി കീറുന്ന പേന വെച്ച് പുള്ളിയുടെ മീശയിലും ചെയ്യുവാണേ. Give me a reason to feel right. I keep waiting for the morning light. അതിനുശേഷം റെഫറൻസിൽ നോക്കി കറക്റ്റായിട്ട് മീശയും താടിയൊക്കെ നമ്മൾ വരച്ചെടുക്കാൻ പോവാണേ. Let him fall. ഒറ്റ ഇരിപ്പിരുന്ന് ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല. പയ്യെ സമയം എടുത്ത് ശ്രദ്ധയോടെ ചെയ്താൽ മതി. Hold on to. Asleep through the night. After all, debating how you live your life. Bright flashes of white light. Let it unfold. Let it unfold. Your search for the truth has begun. Believe in your dream of the one. Keep dancing the whole way. Keep dancing the whole way. Keep dancing the whole way. ഇനി നമ്മൾ നെക്ക് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ സോഫ്റ്റ് പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യം കഴിയും.
ഞാൻ നെക്ക് വരയ്ക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെന്ത് കൂടും. അങ്ങനെ നമ്മൾ സീബമിൻ്റെ ഹെഡ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി റിസൾട്ട് കണ്ടിട്ട് വരാം. Ela cheia de tesão e eu arregaço esse popô. Ela tá cheia de tesão e eu arregaço esse popô. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ.